നമ്മുടെ ബഹുമാന്യനായ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഇതാ ഈ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്നതായ സംഘപരിവാറിന്റെ സംഘം എന്ന് കണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ഒരു പരിപാടിയുടെ പരിപാടി അതിന് പേരാണ് ഒരു പ്രണയലേഖനത്തിന്റെയോ അല്ലെങ്കിൽ സിനിമയുടെയോ ഒക്കെ അടുത്ത് ശീർഷകാക്കാൻ പറ്റിയതായ ഒരു പരിപാടിയാണ്. അത് ആ ക്യാമ്പയിൻ അടുത്തു വരൂ ഒപ്പം നീങ്ങാമെന്ന്. അടുത്തു വരൂ ഒപ്പം നീങ്ങാം. ആരോടാ പറയുന്നത്? നമ്മൾ സിനിമയിലൊക്കെ കേൾക്കാറുണ്ടല്ലോ, കാനനച്ചായിലാടുമേക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇന്ന് നേരത്തെ അബൂബക്കർ മുസ്ലിയാരോട് അറിയിച്ചിട്ടുണ്ടാവും, അല്ലാതെ അബൂബക്കർ മുസ്ലിയാരത്ത് എത്തുന്ന എന്തിനാ? ഇത് എന്നിട്ട് അടുത്തു വരൂ ഒപ്പം കൂടാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിന്റെ ഭാഗമായിക്കൊണ്ട് അവർ അബൂബക്കർ മുസ്ലിയാർ വന്ന് സന്ദർശിക്കുന്നു. അതിന്റെ ഫോട്ടോ ഇന്നത്തെ ഈ സംഘപരിവാർ പത്രത്തിൽ നിന്നാണ്. അതിന്റെ ഫോട്ടോ ഉണ്ട്, വാർത്ത ഞാൻ അതിൽ നിന്ന് വായിക്കുന്നു. ചെല്ലുന്നത് നല്ലതാ, കാണാം. ഈ പെൺകുട്ടികളെ അബൂബക്കർ മുസ്ലിയാരും അതുപോലുള്ളവരും ആഹ്വാനം ചെയ്യുന്ന തലമറക്കണം, സ്ത്രീകൾ അദ്ദേഹം നമ്മളെക്കാൾ കുറച്ചും കൂടി കടന്നു നിന്നുകൊണ്ട് അദ്ദേഹം സമൂഹത്തോട് പറയാനുള്ളത് സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ പുരുഷന്മാരുടെ ആസ്പത്രിയിൽ ചികിത്സിക്കാൻ പോകാൻ പാടില്ല, അവിടെ സ്കാൻ ചെയ്യാൻ പോകാൻ പാടില്ല, ലാബുകളിൽ പോകാൻ പാടില്ല, അതൊക്കെ തന്നെ വീടുകളിൽ സംവിധാനം ഉണ്ടാക്കേണ്ടതാണ്, ജുമയിലും മറ്റുള്ള പരിപാടികളിലും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന അബൂബക്കർ മുസ്ലിയാർക്ക് ചെന്നാൽ കാണാൻ കഴിയുക എന്തായിരിക്കും? ഈ പറഞ്ഞത് അയപ്പിക്കലും അതുപോലെ വ്യവസ്ഥകളാക്കി, അതിനെ മുഴുവൻ വ്യവസ്ഥകളാക്കി ഞാൻ പറയുന്നില്ല. ഈ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ജാഗ്രതയായി കരുതുകൊണ്ടാണല്ലോ അവരത് മറക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറെയും ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ കൂടെ അവിടെ വന്നവർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയും. ഫ്രിഡ്ജിൽ കൊണ്ടുപോവുക, അവിടെ 1 കിലോ മാംസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1/2 കിലോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അഷ്ഫാഖിനെ പോലത്തെ തല്ലിക്കൊല്ലുക, ബീഫ് വിളമ്പിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോവുക, കന്നുകാലികളെ കടത്തി കൊണ്ടുപോകുമ്പോൾ അവരെ പിടിച്ചു കൊല്ലുക. ഇതെല്ലാം കൂടെ ചെന്നതിന് നല്ലതാ. ഒപ്പം ചെല്ലൂ. നമുക്ക് അബൂബക്കർ മുസ്ലിയാരോട് പറയാനുള്ളതാ, ഒപ്പം ചെല്ലൂ, കാത്തിരിക്കണ്ട, വിളിക്കാൻ കാത്തിരിക്കണ്ട, കൂടെ ചെല്ലൂ, എന്നിട്ട് നേരിട്ട് കാണൂ. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ബഹ്റൈനിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു ഗുജറാത്ത് സംഭവത്തിനെ പറ്റി. അന്നത്തെ കലാപം ഞാൻ അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒന്ന് അറിയണമെങ്കിൽ നേരെ കൂടെ ചെല്ലട്ടെ. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മതത്തെ വിദ്വേഷത്തിന് ഉപയോഗിക്കരുത്, സമുദായങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയ്ക്ക് കാരണമാകുന്ന രീതിയിൽ മതത്തെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചില സംഭവങ്ങൾ പറഞ്ഞു. ആരാണ് മുസ്ലിം സമുദായത്തിൽ അതിനെ ഉപയോഗിക്കുന്നത്? മുസ്ലിങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ, അവരുടെ പള്ളികളിൽ വിലക്കാൻ, പള്ളികൾ കയ്യേറാൻ, അതുപോലെ തന്നെ മയ്യത്ത് സംസ്കരിക്കുന്ന ഇമാമ് നിൽക്കുന്ന ആളെ അടിച്ചു വീഴ്ത്താൻ, അല്ലെങ്കിൽ മയ്യത്ത് സംസ്കരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി ഓടാൻ, അല്ലെങ്കിൽ പള്ളിയിലെ കുട്ടികളോട് മറ്റു വിഭാഗത്തിൽപ്പെട്ടവരുടെ മയ്യത്താണെങ്കിൽ അതിന് സംസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ. ഇതെല്ലാം ആരാണ് പറയുന്നത് ചോദിച്ചപ്പോൾ എന്നോട് അദ്ദേഹവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ എന്നോട് ടെലിഫോണിൽ, നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ സൗഹാർദ്ദത്തിന് വേണ്ടി ശ്രമിക്കുകയല്ലേ വേണ്ടത്? ആരാണ് സൗഹാർദ്ദത്തിന് തടസ്സം? സൗഹാർദ്ദത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അണികൾക്കിടയിൽ, അഥവാ ആത്മാർത്ഥമായ അത്തരം ശ്രമം നടക്കുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ അണികൾക്കിടയിൽ ഒരു സൗഹാർദ്ദം ഉണ്ടാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം. അണികളെ ഇത്തരത്തിലുള്ളതായ കടുത്ത വെറുപ്പിലും വിദ്വേഷത്തിലും നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നേതൃത്വത്തിന് സൗഹൃദത്തിൽ എത്താൻ കഴിയുക? നേതാക്കൾ ചെയ്യേണ്ടത് സൗഹാർദ്ദത്തോട് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ അതൊരു ഭാഗത്ത് നടക്കവേ തന്നെ ഈ തരത്തിലുള്ളതായ തീവ്രമായ തീക്ഷ്ണമായ നിലപാടുകൾ അവർ ഒഴിവാക്കണം. അത് ഒഴിവാക്കാത്ത പക്ഷം ഒന്നും നടക്കില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവരുടെ കൂടെ ഒപ്പം വരൂ, കൂടെ വരൂ, നമുക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക എന്നത് ഞങ്ങളുടെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് കാന്തപുരത്തിന്റെ മർക്കസിലേക്ക് ചെല്ലാനുള്ളതായ ധൈര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് വേണ്ടത് വോട്ടാണ്. പക്ഷെ കാന്തപുരത്തിന് അറിയാമല്ലോ, ഈ രീതിയിൽ നിഷ്കാസന ഉന്മൂലനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിന്റെ ഉദാഹരണമൊന്നും ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഈ രീതിയിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ 360 സ്ഥാനാർത്ഥികളെ യു.പിയിൽ നിർത്തി മത്സരിച്ചിട്ട് ഒരാളെപ്പോലും സ്ഥാനാർത്ഥിയാക്കി നിർത്താത്തതായ ഒരു പാർട്ടി ഈ വക കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് കമ എന്ന് ഉരിയാടാത്ത ഒരു വ്യക്തി, ഈ വിധം തല്ലിക്കൊല്ലുമ്പോൾ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാത്തതായ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ കൂടെ ഒപ്പം വരൂ, നമുക്ക് ഒന്നിച്ച് നീങ്ങാം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഒപ്പം നിർത്തുന്നത്? എങ്ങോട്ടാണ് ഒന്നിച്ച് നീങ്ങുന്നത്? ഏതെല്ലാം ഫ്രിഡ്ജുകളാണ് ഇനിയും പരിശോധിക്കാൻ പോകുന്നത്? ആരെയൊക്കെയാണ് തല്ലിക്കൊല്ലാൻ പോകുന്നത്? ഏതെല്ലാം ഭക്ഷണവും ഏതെല്ലാം വസ്ത്രവുമാണ് നിരോധിക്കാൻ പോകുന്നത്? എന്തെല്ലാമാണ് ബാൻ ചെയ്യപ്പെടാൻ പോകുന്നത്? ഇങ്ങനത്തെ ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കൂടെയുള്ളതായ പാവങ്ങളായ വിശ്വാസികളെ, സുന്നികളെ വഴിതെറ്റിക്കാൻ കൂട്ടുനിന്നാൽ
നാളെ അള്ളാഹുവിന് മുമ്പിൽ ചെല്ലുമ്പോൾ എന്ത് മറുപടിയാണ് പറയുക? എല്ലാറ്റിനും പരിഹാരം അദ്ദേഹത്തെ കാണലാണ്. പക്ഷെ അദ്ദേഹം ദൈവത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കും? ആ ഒന്ന് അറിയേണ്ടതുണ്ട്. എങ്ങോട്ടാണ് ഈ പാവങ്ങൾ ആട്ടിത്തെളിയിക്കുന്നത്? ഇനിയും അവർ ആട്ടിത്തെളിക്ക. പണ്ട് കുറുക്കൻ നെല്ലിക്ക വീഴുന്നു എന്ന് പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ തെളിച്ച മാതിരി തെളിക്കുകയാണോ? അത്രയും ബുദ്ധിയില്ലാത്തവരാണോ ഈ പാവപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് അനുയായികൾ? ദയവായി അബൂബക്കർ മുസ്ലിയാർ ആത്മപരിശോധന നടത്തണം.